2 ദിവസത്തെ നിരാശയ്ക്ക് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനും ഇന്ത്യൻ ഫാൻസിനും പ്രതീക്ഷ നൽകിയ ഒരു ദിവസം കടന്നു വന്നു. അത്ര എളുപ്പമേ അല്ലായിരുന്നു ഇവിടം വരെ കൊണ്ടെത്തിക്കുമെന്ന് വെച്ചാൽ. ഇതിൻ്റെ റിസൾട്ട് എന്തുവാണെന്നൊന്നും ഇതുവരെ കൺഫേം ആയിട്ടില്ല. ഇവിടുന്ന് മേ ബി ഇംഗ്ലണ്ട് തന്നെയാണ് ഇപ്പോഴും ഫേവറേറ്റുകൾ. ഇംഗ്ലണ്ടിന് ഈ മത്സരം ജയിക്കാം, ഇന്ത്യക്ക് ഈ മത്സരം ഡ്രോയും ആക്കാം, വേണമെങ്കിൽ ഇന്ത്യക്ക് ഈ മത്സരം ജയിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇംഗ്ലണ്ട് നോക്കുന്ന നാളെ ഒരേ ഒരു വിക്കറ്റ് ആയിരിക്കും, KL രാഹുൽ അല്ലെങ്കിൽ ശുഭ്മൻ ഗില്ല്. ഇവർ ഒരു വിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഋഷഭ് പന്തിൻ്റെ കാര്യം നമുക്ക് ഉറപ്പില്ല. പിന്നെ നോക്കുവാണെങ്കിൽ ഓൾറൗണ്ടർമാരാണ്, പ്രോപ്പർ ഒരു ബാറ്റർ ഇല്ല. സോ എന്ത് വേണമെങ്കിലും സംഭവിക്കാം, ഇന്ത്യക്ക് ഈ മത്സരത്തിലോട്ട് തിരിച്ചു വരാം. പക്ഷേ KL രാഹുലും ഇന്ത്യയുടെ ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ലും കൂടെ കാണിച്ച ഒരു പ്രകടനം ഉണ്ടല്ലോ, മറക്കാൻ പറ്റത്തില്ല. സൂപ്പർ ഫൈറ്റ് കാഴ്ചവെക്കുന്നു, പ്രത്യേകിച്ച് ശുഭ്മൻ ഗില്ല്. നോക്കുവാണെങ്കിൽ ഇന്നത്തെ ദിവസം ആരംഭിക്കുന്നത് ഫസ്റ്റ് സെഷൻ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നാണക്കേടിൻ്റെ ഒരു ദിവസമായിരുന്നു. ഇന്ത്യ 2014 ശേഷം 600-ൽ പരം റൺസ് വിട്ടുകൊടുക്കുന്ന ഒരു ദിവസം. ബുംറ തൻ്റെ കരിയറിൽ ആദ്യമായിട്ട് 100+ റൺസ് വിട്ടുകൊടുക്കുന്ന ഒരു ദിവസം. ഒട്ടും ശുഭമല്ലായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ബെൻ സ്റ്റോക്ക് വരുന്നു, 100 കണ്ടെത്തുന്നു. 2 വർഷത്തിന് ശേഷം ബെൻ സ്റ്റോക്ക് 100 കണ്ടെത്തുന്നു, 141 റൺസ് എടുക്കുന്നു. ബ്രേഡൻ കാസ് വരുന്നു, പിന്നെയും 47 റൺസ് എടുക്കുന്നു. ബെൻ സ്റ്റോക്കും ബ്രേഡൻ കാസ്റ്റും കൂടെ ചേർന്ന് 95 റൺസിൻ്റെ ഒരു പാർട്ണർഷിപ്പ് ഉണ്ടാക്കുന്നു 97 ബോളിൽ. അവർ രാവിലെ വരുന്നു, പിക്ചർ ക്ലിയർ ആയിരുന്നു. എത്രയും പെട്ടെന്ന് ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യുക, ലഞ്ചിന് മുമ്പേ ഇന്ത്യയെ ബാറ്റിങ്ങിന് അയക്കുക. അതുപോലെ അവരൊരു ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നു, 311 റൺസിൻ്റെ ലീഡ് ഇന്ത്യയുടെ കയ്യിലോട്ട് വെച്ചു കൊടുക്കുന്നു, ഇന്ത്യയെ ബാറ്റിങ്ങിന് അയക്കുന്നു. 2 ദിവസം ഇന്ത്യയെ വെയിലത്ത് നിർത്തിയിട്ട് ഇന്ത്യയുടെ ബാറ്റർമാരോട് പറയാൻ പോയി ബാറ്റ് ചെയ്യാൻ. അത്ര എളുപ്പമേ അല്ലായിരുന്നു. അതാണ് ആ റിസൾട്ട്. ഫസ്റ്റ് ഓവർ തന്നെ ഇന്ത്യയുടെ 2 വിക്കറ്റ് പിടിച്ചുകൊണ്ട് പോകുന്നു ക്രിസ് വോക്സ്. ആ വിക്കറ്റ് വരാനുള്ള മെയിൻ കാരണം ഇന്ത്യക്ക് ഫുഡ് വർക്ക് ഇല്ലായിരുന്നു. കാരണം ഫുഡ് വർക്ക് വരത്തില്ല. 2 ദിവസം വെയിലത്ത് നിർത്തി 5 മിനിറ്റ് കൊണ്ട് പോയി സെറ്റായി അവിടെ ബാറ്റ് ചെയ്യാന്ന് വെച്ചാൽ അത്ര എളുപ്പമല്ല. വരുന്നു സൂപ്പർ ഒരു ഡെലിവറി ക്രിസ് വോക്സിൻ്റെ, ജയ്സ്വാളിനെ പറഞ്ഞു വിടുന്നു. എന്നാൽ സായി സുദർശൻ വരുന്നു, വിക്കറ്റ് കൊണ്ട് വലിച്ചെറിയുന്നു. സായി സുദർശനെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വിക്കറ്റ് ഫ്രീ ആയിട്ട് ഇംഗ്ലണ്ടിനോട് കൊടുത്തതാണ്. ലീവ് ചെയ്യണോ കളിക്കണോ എന്നറിയാതെ ബാറ്റും പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്നു, എഡ്ജ് ആവുന്നു, വിക്കറ്റ് കൊണ്ട് കളയുന്നു. നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ സ്കോർ ഫസ്റ്റ് ഓവർ 4 ബോൾ 0 റൺ. നമ്പർ 4 ബാറ്റർ ശുഭ്മൻ ഗില്ലിന് ക്രീസിലോട്ട് വരേണ്ടതായിട്ട് വന്നു. നമ്പർ 5 നമുക്കറിയാം, ഋഷഭ് പന്ത് കളിക്കുമല്ലോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. ഋഷഭ് പന്ത് ഇല്ലെങ്കിൽ പിന്നെ ഓൾറൗണ്ടറിലോട്ട് പോകേണ്ട സാഹചര്യം. രവീന്ദ്ര ജഡേജ, സുന്ദർ, കംബോജ്, ഷാദുൽ താക്കൂർ. സോ ഇന്ത്യ ആദ്യത്തെ 1 അവർ അല്ലെങ്കിൽ 2 മണിക്കൂറിനകം ഇന്ത്യ തീരുമെന്ന് പ്രതീക്ഷയെടുത്ത് ഇല്ല ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന് പറയത്തില്ലേ, അതുപോലെ KL രാഹുലും ശുഭ്മൻ ഗില്ലും കൂടെ ചേർന്ന് കാഴ്ചവെച്ച ഒരു പ്രകടനം ഇന്ത്യ 174 റൺസിൻ്റെ ഒരു പാർട്ണർഷിപ്പിൽ കൊണ്ടെത്തിക്കുന്നു. സൂപ്പർ ബാറ്റിംഗ്. ശുഭ്മൻ ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും അത്ര എളുപ്പമല്ലായിരുന്നു. ശുഭ്മൻ ഗില്ല് വരുന്നു, ഫസ്റ്റ് തന്നെ ശുഭ്മൻ ഗില്ലിനെ ട്രാപ്പിലാക്കാൻ നോക്കുന്നു. നിക്ക് ബാക്ക് ഡെലിവറിയിലൂടെ ഫ്രണ്ട് ഫുട്ടിൽ സ്ട്രഗിൾ ചെയ്യിക്കാൻ നോക്കുന്നു. 2-3 ചാൻസ് ഒക്കെ കൊടുത്തു ശുഭ്മൻ ഗില്ല്. അവിടെ 2-3 LBയുടെ ചാൻസ് ഉണ്ടായിരുന്നു. ശുഭ്മൻ ഗില്ലിൻ്റെ ഒരു ക്യാച്ച് ഗല്ലിയിൽ വിട്ട് കളഞ്ഞു. സോ ചെറുതായിട്ട് അവിടെ നിന്ന് സ്ട്രഗിൾ ചെയ്തിട്ട് ശുഭ്മൻ ഗില്ല് ക്ലിക്കാവുന്നു, KL രാഹുൽ ക്ലിക്കാവുന്നു. 2 സെഷൻ ലഞ്ച് കഴിഞ്ഞുള്ള 2 സെഷൻ ഇന്ത്യ വിജയിച്ചു. ഇന്ത്യ ഇപ്പോഴും 137 റൺസിന് പുറകിലാണ്. നാളത്തെ ഒരു 2 സെഷനെങ്കിലും ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുവാണെങ്കിൽ ഇന്ത്യക്ക് ഈ മത്സരത്തിലോട്ട് തിരിച്ചു വരാം, ഡ്രോ ആക്കാം. അടുത്ത മത്സരത്തിലോട്ട് പോകുമ്പോഴും സീരീസ് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകത്തില്ല. അടുത്ത കളി ജയിച്ചാലും ഈ സീരീസ് നമുക്ക് ഡ്രോ ആക്കാൻ കഴിയും. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ നിൽക്കുന്നത്. സോ എളുപ്പമല്ല. നോക്കുവാണെങ്കിൽ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. ഇപ്പോഴും നോക്കുവാണെങ്കിൽ ഇംഗ്ലണ്ട് തന്നെയാണ് ഫേവറേറ്റ്. ഋഷഭ് പന്തിന് ബാറ്റ് ചെയ്യാൻ കഴിയത്തില്ല. ഇംഗ്ലണ്ടിന് അറിയാം അവർക്ക് KL രാഹുലോ ശുഭ്മൻ ഗില്ലിനോ നാളെ 1 മണിക്കൂർ മുമ്പ് എടുക്കണം. അല്ല, ഇവർക്ക് 2 സെഷൻ നാളെ സർവൈവ് ചെയ്യാൻ കഴിയുവാണെങ്കിൽ 1 സെഷൻ ഇംഗ്ലണ്ട് ബാറ്റ് ചെയ്യാൻ കഴിയുമായിരിക്കും ചിലപ്പോൾ. അറിയില്ല, ഒരു 100 റൺസിൻ്റെ ലീഡൊക്കെ ഇംഗ്ലണ്ടിന് കൊടുത്തു കഴിഞ്ഞാൽ മേ ബി ഒരു 15-20 ഓവറൊക്കെ ഉണ്ടെങ്കിൽ ഇംഗ്ലണ്ട് എന്തായാലും ചേസ് ചെയ്യാൻ പോകും. സോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എത്രയും മാക്സിമം കളിക്കാൻ കഴിയുമോ അത്രയും മാക്സിമം കളിക്കുക. ഇവരെ തന്നെയാണ് പ്രതീക്ഷ, ശുഭ്മൻ ഗില്ലും KL രാഹുലും. പിച്ചിൽ ഒരു ഫൂതോ ഇല്ലെന്ന് മനസ്സിലായി. ടിപ്പിക്കൽ മാഞ്ചസ്റ്ററിലെ പിച്ചേ അല്ല, വെറും ഫ്ലാറ്റ് പിച്ച്. ഇംഗ്ലണ്ടിന് വേണ്ടി ബാസ്ബോൾ കളിക്കാൻ വേണ്ടി, ഇംഗ്ലണ്ടിന് ചേസ് ചെയ്യാൻ വേണ്ടി ഒരു പിച്ചാണ്. ഒരു ഫൂതോ ഇല്ല. നോക്കുവാണെങ്കിൽ അൺഈവൻ ബൗൺസ് വരുന്നുണ്ട്, ലോ ബൗൺസ് ലോ ക്യാരി വരുന്നുണ്ട് ഇടയ്ക്ക്. ബെൻ സ്റ്റോക്ക് ബോൾ ചെയ്യാൻ വരാത്തപ്പോഴത്തേന് ഇംഗ്ലണ്ടിൻ്റെ ബോളർമാർ എക്സ്പോസ് ആയ ദിവസം. ബെൻ സ്റ്റോക്ക് ഇന്ന് ബോൾ ചെയ്തതേ ഇല്ല, ഇഞ്ചുറി കൺസേൺ ആണെന്ന് തോന്നുന്നു. ഈ ഒരു കൺസേണുമായിട്ട് ഇവിടുന്ന് ഈ ടെസ്റ്റ് നമുക്ക് പിടിക്കാൻ കഴിയുവാണെങ്കിൽ 5ാമത്തെ ടെസ്റ്റിൽ ബെൻ സ്റ്റോക്കിൻ്റെ കാര്യം പറയാൻ പറ്റത്തില്ല. ഇനി 3 ദിവസത്തെ ഗ്യാപ്പേ ഉള്ളൂ ഇവിടുന്ന്. സോ എത്രമാത്രം ബെൻ സ്റ്റോക്കിന് റിക്കവർ ആകാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. സോ ഇന്ന് ബെൻ സ്റ്റോക്ക് എറിയുന്നില്ല, 1 ഓവർ പോലും എറിയുന്നില്ല. ഇംഗ്ലണ്ടിൻ്റെ ബോളർമാർ എക്സ്പോസ് ആയി. ഇന്ത്യയുടെ ബോളർമാർ എങ്ങനെയാണ് എക്സ്പോസ് ആയത് അതുപോലെ ഇംഗ്ലണ്ടിൻ്റെ ബോളർമാരും എക്സ്പോസ് ആയി. ഇവിടുന്ന് ഇന്ത്യ ഈ ഡ്രോ ആക്കി കഴിഞ്ഞാൽ ഇന്ത്യക്ക് തന്നെ ആയിരിക്കും കോൺഫിഡൻസ്. ഇംഗ്ലണ്ട് ഇവിടുന്ന് വിചാരിക്കുന്ന മാച്ച് കൈവിട്ട് പോയല്ലോ. ഇംഗ്ലണ്ടിൻ്റെ ബോഡി ലാംഗ്വേജ് നോക്കുമ്പോൾ തന്നെ അവർക്ക് ആ ഒരു കോൺഫിഡൻസ് ഇല്ല.
അവർക്കറിയാം അവർ എത്രത്തോളം ഫൈറ്റ് ചെയ്തു. പക്ഷേ അവസാന നിമിഷം KL രാഹുലും ശുഭ്മൻ ഗില്ലും കൂടെ കാണിച്ച ഒരു ഫൈറ്റ് മാച്ചിനെ ഇപ്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറഞ്ഞൊരു സ്ഥിതി കൊണ്ടെത്തിച്ചു. സോ നാളത്തെ ദിവസം നിർണായകം. കണ്ണിമ വെട്ടാതെ നാളെ മത്സരത്തെ നോക്കി കാണാം. നെഞ്ചിടിപ്പോട് കൂടി നാളത്തെ മത്സരത്തെ നോക്കി കാണാം. ഇന്ത്യക്ക് ഈ മത്സരം ഡ്രോ ആക്കാൻ കഴിയട്ടെ.